രാവിലെ ഞങ്ങളെല്ലാവരും എണീറ്റപ്പം ലേറ്റായി. കാര്യം ഇന്നലെ ഒരു മൂവിയൊക്കെ കണ്ട് പഴയ സിനിമകളുണ്ടല്ലോ, നസീർ സാറിൻ്റെയും സത്യൻ സാറിൻ്റെയൊക്കെ സിനിമകൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ അമ്മയും പപ്പയൊക്കെ ഉള്ളപ്പോൾ അത് കാണും. മീനമ്മയും ഞാനും കൂടി ഇരുന്നും കാണും. അപ്പോൾ ഇന്ന് കണ്ടു വന്നപ്പോൾ ലേറ്റായി, ഇന്നലെ കിടന്നപ്പോൾ. അപ്പോൾ എണീറ്റപ്പോഴും താമസിച്ചു. അപ്പോൾ അമ്മ രാവിലെ അമ്മയുടെ ഒരു പെട്ടെന്ന് കുക്കറിൽ റെഡിയാക്കി എടുക്കുന്നൊരു മുട്ടക്കറിയുണ്ട്. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുമെന്ന് വെച്ചപ്പോൾ ഇടിയപ്പപ്പൊടിയിൽ ഉപ്പും ഇത്തിരി ഓയിലും ചേർത്തിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മാവൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഇതൊരു ചിരട്ടത്തവിയുടെ പിടിയാണ്. അപ്പോൾ തവി ഒടിഞ്ഞു പോയി. ഞാനിതിപ്പോൾ ഈ ഒരു കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുക്കറിൽ എണ്ണ ചൂടായപ്പോൾ പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ സവാളയും പച്ചമുളകും കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അത് കണക്ക് തന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ആവശ്യമായിട്ട് ഒരു 1.5 സ്പൂൺ മുളക് പൊടിയോളം അമ്മ ചേർത്തിട്ടുണ്ട് കേട്ടോ. അമ്മയുടെ ഒരു കൈ കണക്കിന് ചേർത്തു കൊടുക്കും, അങ്ങനെയാണ് പതിവ്. എന്നിട്ട് അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു വലിയ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല കണക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുക അത് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ താമസമാണെന്ന് തോന്നും, പക്ഷേ സംഭവം എളുപ്പമാണ്. പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് 4 മുട്ട ഞാൻ നേരത്തെ പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അതിനകത്ത് ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതൊന്ന് കുക്കറിൽ അടച്ച് വെച്ചിട്ട് 2 വിസിൽ അടിപൊളിയായിട്ട് മുട്ടക്കറി റെഡിയാണ്. അപ്പോൾ ഇങ്ങനെ എടുത്താൽ റോസ്റ്റിൻ്റെ പരുവമാണ്, അധികം ചാറില്ലാതെ. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി ലൂസാക്കി ഇത്തിരി ചൂടുവെള്ളം കൂടെ ഒക്കെ ചേർത്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നല്ല ടേസ്റ്റാണ്. പിന്നെ മസാലപ്പൊടി ലാസ്റ്റ് ചേർക്കണേ, മറന്നുപോയല്ലേ. അപ്പോൾ ഇതാണ്ട് ഇത് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ സാധാ തട്ടിലും എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ഗുരുവായൂർ പോയപ്പോഴത്തേനും ഒരു തവണ മേടിച്ചതാണ്. ഇത് മാധവനെ ചോറൂണിൻ്റെ സമയത്താണെന്ന് തോന്നുന്നത് എനിക്ക് വാങ്ങിയത്. കുറേ നാൾ പഴക്കമുള്ള തട്ടാത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിലും ഒരു 4 എണ്ണം അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാത്ത സാധാ തട്ടിലും ഉണ്ടാക്കി. അപ്പോൾ പപ്പയ്ക്ക് അത് എടുത്തിട്ടുണ്ട്, കറിയും ഇടിയപ്പം കൂടെ കേട്ടോ. അവിടെ ഞങ്ങളും കഴിച്ചു. പിന്നെ മീൻകാരൻ ചേട്ടൻ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നെത്തോലിയും അയലയായിരുന്നു. നെത്തോലി എടുത്ത് തേങ്ങായിൽ കറി വെച്ചു. പിന്നെ അയല വറുക്കുക ചെയ്തത്. പിന്നെ കുറച്ച് വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വഴുതനങ്ങയായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഒത്തിരി ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ പിന്നെ എടുത്തില്ല വീഡിയോ. പിന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് പെർഫ്യൂംഡ് ക്യാൻഡിൽസ് ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ട്, ഒരു 6 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ സ്പെഷ്യൽ ഇതാണ് കൊടങ്ങൽ എന്ന് പറയും, ചിലയിടത്ത് കൊടവൻ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇതൊരു സാധനം കർക്കിടക മാസമല്ലേ, നല്ലതാണ്. അപ്പോൾ അതൊന്ന് ഇത്തിരി ജീരകം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് ശർക്കര അത് ചേർത്ത് കൊടുക്കുക മധുരത്തിന്. എന്നിട്ട് മിക്സിയിൽ ഒന്ന് നല്ലോണം ക്രഷ് ചെയ്തിട്ട് ഒരു 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഇതിൻ്റെ നീര് അരിച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ ഒരു തുണിയിൽ കെട്ടി പിഴിഞ്ഞെടുത്താൽ അത്രയും നല്ലതാണ്. പിന്നെ ഇപ്പം നമ്മൾ എളുപ്പത്തിനങ്ങ് ചെയ്തതേ ഉള്ളൂ. ഇതിൽ നമ്മൾ നല്ല കണക്ക് പിഴിഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് നല്ല കട്ടയൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ അരച്ചത് നേരിട്ട് ഒഴിച്ചിടും. അപ്പോൾ തേങ്ങ അരച്ചത് ചേർക്കുന്ന പാൽ ചേർക്കാതെ അരച്ച തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ നല്ല കടിക്കാൻ കിട്ടുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാപ്പീര ഇങ്ങനെ ഇടയ്ക്ക് കിട്ടുമ്പോൾ നല്ലപോലെ അങ്ങോട്ട് അരയാനും വിടണ്ട. എന്നിട്ട് അത് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ലൂസാക്കിയിട്ട് അത് നമ്മൾ കുറുക്കാനായിട്ട് വെക്കുക. അത് കുറുകി ഒരു പരുവം വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യോളം ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഒരു 1.5 സ്പൂണോളം നെയ്യ് ഉണ്ടായിരുന്നു അത് ടിന്നിൽ, അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ലതാണ്, നല്ലൊരു മരുന്നാണ് കേട്ടോ. അത് വയറിനൊക്കെ നല്ലതാണത്. അപ്പോൾ കർക്കിടക മാസമല്ലേ, അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് വളരെ നല്ല കാര്യം. അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു കൊടങ്ങൽ കുറുക്കിയത്. പിന്നെ വൈകിട്ട് ക്യാൻഡിലൊക്കെ ഒന്ന് കത്തിച്ചു. ഇതിവിടെ നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു ലൈറ്റിൻ്റെ കവറാണ്, പക്ഷേ അതിപ്പോൾ അത് ശരിക്കും യൂസ്ഡായി. നല്ല രസമുണ്ടായിരുന്നു. ചുമ്മാ ഒന്നെടുത്ത് വെച്ച് നോക്കിയതാണ്, പക്ഷേ സംഭവം പൊളിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കാണാം. താങ്ക് യു.